ഇവിടുത്തെ മാർക്സിസ്റ്റുകാരുണ്ടൊക്കെ മനസ്സിലാക്കിക്കോളി. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി എന്താണെന്നറിയോ? ഇപ്പൊ വന്നവരോടാ സ്നേഹം, പഴയ ആൾക്കാരോടില്ല. ലോക്കൽ കമ്മിറ്റി ഇങ്ങനെ നടന്നോളിയും ജാതിയും വിളിച്ചിട്ട് നിങ്ങളെ കാര്യം കട്ട പുക മക്കളെ. നിങ്ങളിങ്ങനെ കാൽനട ജാഥ 10-ാം ദിവസം 20-ാം ദിവസം കേലൊൽപ്പിച്ചിങ്ങനെ നടന്നോളി. നിങ്ങൾ ഷവർമ്മയുടെ കമ്പിയല്ലേ, നിങ്ങൾക്ക് വേവും ചൂടും കൊള്ളലല്ലേ ബാക്കി. പിന്നെ എന്തെങ്കിലും ഈ ചെറുനാരങ്ങമ്മ നുറ്റുന്ന കുളിര് മാത്രല്ലേ നിങ്ങൾക്കൊരു കുളിരായിട്ട് കിട്ടുന്നത്. നിങ്ങൾ ഷവർമ്മയുടെ കമ്പിയുടെ സ്ഥാനത്തെ സഖാക്കളെ. നിങ്ങൾക്കൊന്നും അനങ്ങാൻ കഴിഞ്ഞില്ല, മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? നിങ്ങള് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വർത്താനം പറയില്ല. നിങ്ങളെ ശശിക്കെതിരെ എന്തെങ്കിലും പറയണോ അതിന്റെ തീരുമാനം നിങ്ങൾ തന്നെ അന്വേഷിക്കുക, നിങ്ങൾ തന്നെ പോവുക. അപ്പൊ ഇത് വൈറലാണ്. എന്താ ശശി ജാഥ അയക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ബ്രൂവറി ഡിസ്റ്റിലറി പ്രളയത്തിന്റെ അന്ന്, പിന്നെ ജലീൽ മൂത്താപ്പാന്റെ എക്കിന് ഒപ്പിട്ടുകൊടുത്ത് പ്രളയത്തിന്റെ അന്ന്, ജയരാജനെ തിരിച്ചെടുത്തത് പ്രളയത്തിന്റെ അന്ന്. ഈ പ്രളയത്തിന്റെ അന്ന് നാടിലൊട്ടാകെ എന്താ ഉള്ളത്? റെഡ് അലർട്ട്. ഇയാളോ ബ്ലൂ അലർട്ട്. ഭയങ്കര സംഭവം. എന്നിട്ടോ പ്രശ്നം. ആരാ പരാതി? കോഴിക്കോട്ട് അങ്ങാടിയിൽ തെരുവ് തണ്ടുന്ന റജീനല്ല, അവളെ കുട്ടികളാരാന്ന് പിടുത്തല്ല. ഓളെ ചാനലേര് വന്നിട്ട് ചോദിച്ചു, പിന്നെ ഈ കുട്ടികളെ വാപ്പ ആരാന്ന്. ചാനലേറിനോട് ഓള് അറിഞ്ഞി, ഒന്ന് ജന്നെ അറിഞ്ഞു, ഓനെ വിട്ടുകണ്ട് ഓനും പറഞ്ഞ്. ഒരു പ്രാന്തത്തിന് പിന്നാലെ നിങ്ങൾ നടന്നത് എന്റെ കുഞ്ഞാപ്പാക്കെതിരെ. പിന്നെ സരിതക്ക് വല്ല ലൈസൻസും ബില്ലും ബ്രേക്കും ലൈസൻസും ബാഡ്ജും ഉണ്ടോ? അവൾക്ക് ഓളെ വർത്താനങ്ങൾ കേട്ടിട്ടില്ലേ? ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിലിട്ട് എന്നെ പീഡിപ്പിച്ചു എന്നവള് പറഞ്ഞത്. അവിടെ വൈഫ് ഹൗസിൽ പോകാൻ നേരമില്ലാത്ത ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിനെ പറ്റിയൊക്കെ അങ്ങനെ വർത്താനം പറയട്ടെ. എന്നിട്ട് നിങ്ങളെ കാര്യങ്ങൾ തന്നെ എന്താ അവിടെ പോയി അച്യുതാനന്ദൻ എന്താ പറഞ്ഞിരുന്നത്? പെണ്ണുപിടിയന്മാരെ നടുറോഡിലൂടെ, അതാ ജാഥയിലും നടുറോഡിലൂടെ നടത്തിക്കണ്. വല്ലാത്ത പണിയല്ലേ? ഒന്നുകിൽ നാണം വേണം, അല്ലെങ്കിൽ മാനം വേണം. അത് രണ്ടുമില്ലെങ്കിൽ നാണവും മാനവും ഉള്ളവർ കുളിച്ച കുളത്തിൽ പോയി ഒന്ന് മുങ്ങുകയെങ്കിലും വേണം മാർക്സിസ്റ്റ് പാർട്ടി.